ഹലോ ഹായ് എല്ലാവർക്കും ലെന്നോടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് ജൂൺ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല അല്ലെ. ഏതൊരു എക്സാമിനും എത്രമാത്രം ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ടോപ്പിക് ആണ് കറണ്ട് അഫയേഴ്സ് നമുക്കറിയാം. അപ്പൊ ജൂൺ രണ്ടാമത്തെ ആഴ്ചയിലെ, അപ്പൊ ആദ്യത്തെ ആഴ്ചയിലെ എവിടെ ചോദിച്ചാൽ നമ്മുടെ ചാനലുണ്ട് കേട്ടോ. ജൂൺ 1 തൊട്ട് 8 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് ജൂൺ 8 തൊട്ട് 14 വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ചാനലിന്റെ പേരെന്ന് പറയുന്നത് ലേണോ ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്നുള്ള ചാനലാണ്. വൈ ഡു ഐ ആസ്ക് യു ടു സബ്സ്ക്രൈബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്, അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇയർലി കറണ്ട് അഫയേഴ്സ് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ ഇയർലി കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും. ഓരോ മാസം കഴിയുമ്പോഴും ആ മാസത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ടാവും. ഓരോ വീക്ക് കഴിയുമ്പോഴും ആ വീക്കിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വേർ വാസ് ദ 72nd എഡിഷൻ ഓഫ് മിസ് വേൾഡ് ഹെൽഡ് റീസെന്റ്? എവിടെയാണ് നടന്നത്? ദ റൈറ്റ് ആൻസർ ഈസ് ഹൈദരാബാദ് ആണ് കേട്ടോ. ഹൈദരാബാദിൽ വെച്ചിട്ടാണ് നടന്നത്. മിസ് തായ്ലാൻഡ് ക്രോൺ മിസ് വേൾഡ് 2025 ഇൻ ഹൈദരാബാദ്. ഹൈദരാബാദിൽ വെച്ച് നടന്ന മിസ് വേൾഡിൽ ആരാണ് വിജയിച്ചത്? മിസ് തായ്ലാൻഡ് ആണ് വിജയിച്ചത്. അപ്പോ ഈ വർഷത്തെ ലോകസുന്ദരി കിരീടം മിസ് തായ്ലാൻഡ് ഒപൽ സുജതയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഹൈദരാബാദിൽ നടന്ന 72ാമത് മിസ് വേൾഡ് മത്സരത്തില് 108 രാജ്യങ്ങളിൽ നിന്നുള്ള സുന്ദരിമാരെ പിന്തള്ളിയാണ് 21-കാരിയായിട്ടുള്ള ഒപൽ സുജിത കിരീടം ചൂടിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ ലോകസുന്ദരി ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റീന പുഷ്കോവ സുജിതയെ കിരീടം അണിയിക്കുകയുണ്ടായി. മിസ് ഇതോപ്പിയ ആരൊക്കെയാണ്? അതായത് സെക്കൻഡ് റണ്ണറപ്പും ഫസ്റ്റ് റണ്ണറപ്പും ആരാ നമുക്ക് നോക്കാം. ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? മിസ് ഇതോപ്പിയ ഹസദ് ദർജെ ഫസ്റ്റ് റണ്ണറപ്പും മിസ് പോളണ്ട് മാജ ക്ലാഡ് സെക്കൻഡ് റണ്ണറപ്പുമായി. ഓക്കെ, ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് മിസ് ഇന്ത്യ നന്ദിനി ഗുപ്തയ്ക്ക് അവസാന 8 ഇടം നേടാനായിട്ട് കഴിഞ്ഞില്ല. അപ്പൊ കഴിഞ്ഞ വർഷം ന്യൂഡൽഹിയിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ന്യൂഡൽഹി മുംബൈയിലുമായി നടന്ന 71ാമത് മിസ് വേൾഡ് പേജിന് പിന്നാലെയാണ് ഇന്ത്യ വീണ്ടും ലോക സൗന്ദര്യ മത്സരത്തിന് വേദി ഒരുക്കുന്നത് കേട്ടോ. അപ്പൊ ഒരേ രാജ്യം തുടർച്ചയായിട്ട് മത്സരവേദിയാകുന്നത് അപൂർവമാണ്. ഇതിന് മുന്നേ ഇംഗ്ലണ്ട് ആയിരുന്നു. അതായത് ഇംഗ്ലണ്ട് മാത്രമാണ് ഈ രീതിയിൽ 2 തവണ തുടർച്ചയായിട്ട് ആദ്യമായിട്ട് മത്സരം 1999-ലും 2000-ലും. ഇതിപ്പോ 2024-ലും 2025-ലും എവിടെയായിരുന്നു മിസ് വേൾഡ് നടന്ന? എവിടെയായിരുന്നു? ഇന്ത്യയിലായിരുന്നു എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. വെൻ ഈസ് വേൾഡ് മിൽക്ക് ഡേ ഒബ്സർവ്ഡ് ആനുവലി? എന്നാണ് വേൾഡ് മിൽക്ക് ഡേ എന്നാണ് ചോദ്യം. എന്നാണത്? ദ റൈറ്റ് ആൻസർ ഈസ് ജൂൺ 1 ആണ്. അതിന്റെ തീം എന്തായിരുന്നു? ലെറ്റ് സെലിബ്രേറ്റ് ദ പവർ ഓഫ് ഡയറി എന്നുള്ളതായിരുന്നു അതിന്റെ തീം. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 3ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ നെയിം ഓഫ് നാഷണൽ വൈഡ് ക്യാമ്പയിൻ അല്ലെ ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുള്ള നാഷണൽ വൈഡ് ക്യാമ്പയിൻ എന്നാണ് ലോഞ്ച് ചെയ്തത്? വേൾഡ് എൻവയോൺമെന്റ് ഡേക്ക് ലോഞ്ച് ചെയ്തിട്ടുള്ള നാഷണൽ വൈഡ് ക്യാമ്പയിന്റെ പേര് എന്താണ് എന്നുള്ളതാണ്. എന്തായിരുന്നു? പ്ലാസ്റ്റിക്കിനെ കുറിച്ചുള്ളായിരുന്നു. വൺ നാഷൻ വൺ മിഷൻ എൻ പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഇസ് ദ നെയിം ഓഫ് നാഷണൽ വൈഡ് ക്യാമ്പയിൻ ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓൺ വേൾഡ് എൻവയോൺമെന്റ് ഡേ 2025. ഓക്കെ, അടുത്ത ചോദ്യം. വാട്ട് ഡസ് ദ ഉല്ലാസ് സ്കീം സ്റ്റാൻഡ് ഫോർ? എന്താണ് ഉല്ലാസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ വൺ സൊസൈറ്റി എന്നുള്ളതാണ്. അണ്ടർസ്റ്റാൻഡിങ്, യു ഫോർ അണ്ടർസ്റ്റാൻഡിങ്, ഓഫ് എൽ ഫോർ ലൈഫ് ലോങ്, എൽ ഫോർ ലേണിംഗ്, ഫോർ ഓൾ ഇൻ സൊസൈറ്റി എന്നുള്ളതാണ് ഉല്ലാസ് സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഒരു ലിറ്ററസി പ്രോഗ്രാം ആണ് കേട്ടോ. The Ullas scheme, also known as the New India Literacy Program, stands for Understanding of Lifelong Learning for All in Society. അതെന്താണ് ഉല്ലാസ് എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് എ സെൻട്രലി സ്പോൺസേർഡ് സ്കീം ലോഞ്ച്ഡ് ബൈ ഇന്ത്യൻ ഗവൺമെന്റ് with the aim of promoting adult literacy and numeracy as well as other critical life skills for individuals aged 15 and above who may not have had adequate schooling. അല്ലെ, അതായത് എല്ലാ കുട്ടികൾക്കും 15 വയസ്സും അതിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ഉറപ്പുവരുത്താനുള്ള ഗവൺമെന്റ് സ്കീമാണ് ഏത്? ഉല്ലാസ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് for all in society. Mizoram and Goa, this is the current affairs news. Okay, Mizoram and Goa declared themselves to be fully literate states under
Ullas. Okay, literacy program for people over 15 who may not have attended school. While Goa literacy rate എന്ന് പറയുന്നത് എത്രയാണ് 99.72% ആണ്. മിസോറാം എന്ന് പറയുന്നത് 98.2% ആണ്. Okay, അപ്പൊ മിസോറാം and Goa declared themselves to be fully literate under the scheme. Ullas stands for understanding of lifelong learning for all in one society എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? നമ്മൾ മിസോറാം ഗോവ എന്ന് പറയുമ്പോൾ നമുക്ക് മിസോറാമിനെ കുറിച്ച് നോക്കാം അല്ലെ. മിസോറാം, ലാൻഡ് ഓഫ് മീസോ, അതായത് മീസോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്നർത്ഥം വരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? മിസോറാം. ഇവിടെയാണ് ലൂഷായ് ഹിൽസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. വ്യവസായങ്ങൾ ഇല്ലാത്ത നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. പർവ്വത നിവാസികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. അപ്പോ മിസോറാം ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് സ്റ്റണ്ണിംഗ് ആൻഡ് നാച്ചുറൽ ബ്യൂട്ടി, വൈബ്രന്റ് കൾച്ചർ ആൻഡ് റിച്ച് ബയോഡൈവേഴ്സിറ്റി. ലാൻഡ് ഓഫ് ഹൈലാൻഡേഴ്സ്, അതായത് എന്താണ് കുന്നുകളിൽ വസിക്കുന്നവരുടെ നാട്, വസിക്കുന്ന ജനങ്ങളുടെ നാട്. ലാൻഡ് ഓഫ് മൗണ്ടെയിൻസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? മിസോറാം ആണ് കേട്ടോ. ഇന്ത്യയില് ശതമാനാടിസ്ഥാനത്തില് വനം കൂടുതലുള്ള സംസ്ഥാനമാണ് ഏത്? മിസോറാം. അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനസംഖ്യ കുറഞ്ഞ രണ്ടാമത്തെ സംസ്ഥാനമാണ്. ഇന്ത്യയില് സാക്ഷരതാ നിരക്കിൽ രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് ഏത്? മിസോറാം എന്ന് പറയുന്നത് കേട്ടോ. The state also boasts a unique cultural heritage with colorful festivals and traditional craft like bamboo and cane work. നമ്മളിപ്പോ ലിറ്ററസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഇന്ത്യയില് സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ല എവിടെയാണ്? സെർച്ചിപ്പ് എന്നാണ് ജില്ലയുടെ പേര്. ആ ജില്ല എവിടെയെന്ന് അറിയോ? മിസോറാമിലാണ് കേട്ടോ. ഓക്കെ, അപ്പോ മിസോറാമിലെ സെർച്ചിപ്പ് എന്ന ജില്ലയാണ് ഇന്ത്യയിലെ സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ല. പിന്നെ നമ്മുടെ മിസോറാമും മലയാളി അല്ലെങ്കിൽ കേരളവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താ കാരണം? 2018 മിസോറാം ഗവർണറായി നിയമിതനായ മലയാളി ആരാണ്? മിസോറാം ഗവർണർ ആയത് ഒരു മലയാളിയാണ്. ആരാണത്? കുമ്മനം രാജശേഖരനാണ് അല്ലെ. മിസോറാം ഗവർണറാകുന്ന രണ്ടാമത്തെ മലയാളിയാണ് അദ്ദേഹം. മിസോറാം ഗവർണർ സ്ഥാനത്തെത്തിയ ആദ്യത്തെ മലയാളി ആരാണ്? വക്കം പുരുഷോത്തമനാണ്. മറന്നുപോയത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അടുത്തത് ഗോവ. ഗോവ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ബീച്ച് അല്ലെ. ഗോവ ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് ബീച്ചസ്, നൈറ്റ് ലൈഫ്, പോർച്ചുഗീസ് ഹെറിറ്റേജ് ആൻഡ് വൈബ്രന്റ് ഫെസ്റ്റിവൽസ്. ഇറ്റ്സ് എ പോപ്പുലർ tourist destination known for its beautiful coastline, lively party scene, historic churches and forts and unique scene. Okay, ഗോവയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് അല്ലെ. 25ാമത്തെ സംസ്ഥാനം. സഞ്ചാരികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. 2 ജില്ലകൾ മാത്രമുള്ള ഏക സംസ്ഥാനമാണ് ഏത്? ഗോവ എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം ഗോവ എന്ന് പറയുമ്പോൾ ഫേമസ് ഫോർ ഇറ്റ്സ് ബീച്ച്, അവിടെ കൂടുതൽ കടലാണ് നമ്മൾ വിചാരം. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ള സംസ്ഥാനം ഗോവയാണ് കേട്ടോ. ഏറ്റവും കുറവ് കടൽ തീരമുള്ള സംസ്ഥാനം. ടോളമിയുടെ യാത്രാ വിവരണത്തില് ഗൗബ എന്ന് പരാമർശിക്കപ്പെടുന്ന പ്രദേശമാണ് ഇത്? ഗോവ. ഗൗബ എന്നാണ് പണ്ട് പരാമർശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. പുരാതന കാലത്ത് ഗോമന്തകം എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനമാണ്. ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക സംസ്ഥാനമാണ്. സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോവയാണ് കേട്ടോ. സർക്കാർ ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം. അവസാനമായിട്ട് ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശം. സാർസ് രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ നഗരവാസികളുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്കൈബസ് സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനവും ഏത് തന്നെയാണ്? ഗോവ തന്നെയാണ്. ഓക്കെ അല്ലേ. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് ഡിപ്പാർട്ട്മെന്റ് ഹാസ് റിലീസ്ഡ് എ കോംപ്രിഹെൻസീവ് പോളിസി ഡോക്യുമെന്റ് ടൈറ്റിൽ ധ്രുവ? എന്താണ് ധ്രുവ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ധ്രുവ മീൻസ് D for digital, H for hub, R for reference, U for unique, V for virtual, A for address. So ധ്രുവ എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡിജിറ്റൽ ഹബ് ഫോർ റെഫറൻസ് ആൻഡ് യൂണിക് വിർച്വൽ അഡ്രസ് ആണ് ധ്രുവ. അപ്പോ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ധ്രുവ റിലീസ് ചെയ്തെന്നുള്ളതാണ് ചോദ്യം. എന്താണ് ധ്രുവ? എന്താണ്? ഇറ്റ് ഈസ് ഡെവലപ്മെന്റ് ബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ആണ് കേട്ടോ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ആണ് ഡിപ്പാർട്ട്മെന്റ്. വിച്ച് ഡിപ്പാർട്ട്മെന്റ് ഹാസ് റിലീസ്ഡ് എ കോംപ്രിഹെൻസീവ് പോളിസി ഡോക്യുമെന്റ് എന്നാണ് ചോദ്യം. അപ്പൊ ധ്രുവ ഡെവലപ്ഡ് ബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ഈസ് എ കോംപ്രിഹെൻസീവ് പോളിസി ഫ്രെയിംവർക്ക് ആൻഡ് എ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ aimed at establishing a standardized geo-coded digital address system in India. It builds upon the Digital Postal Index Number (DGP)
and envisions a secure, interoperable and consent-based system for managing address information. ധ്രുവ എന്താണ് ഫുൾ ഫോം? ഡിജിറ്റൽ ഹബ് ഫോർ റെഫറൻസ് ആൻഡ് യൂണിക് വിർച്വൽ അഡ്രസ് എയിംസ് ടു എൻഹാൻസ് സർവീസ് ഡെലിവറി, ഗവേണൻസ് ആൻഡ് യൂസർ എക്സ്പീരിയൻസ് ബൈ ലിവറേജിംഗ് എ സ്റ്റാൻഡർഡൈസ്ഡ് ഡിജിറ്റൽ അഡ്രസ് സിസ്റ്റം എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ധ്രുവ എന്നുള്ള പോളിസി അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് പോളിസി ഡോക്യുമെന്റ് റിലീസ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ്. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഇസ് ദ ഒഫീഷ്യൽ ഫ്ലവർ ഓഫ് കോഴിക്കോട്? അതായത് കോഴിക്കോടിലെ ഔദ്യോഗിക പുഷ്പം വന്നിരിക്കുകയാണ്. പുഷ്പം മാത്രമല്ല, കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അവിടെ പുഷ്പം മാത്രമല്ല, മൃഗം, അതുപോലെ തന്നെ മത്സ്യം, ജലജീവി എല്ലാം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഔദ്യോഗിക പുഷ്പമായി തെരഞ്ഞെടുത്തത് ഏതാണ്? അതിരാണിയാണ് കേട്ടോ. അതിരാണി ഇതാ ഞാനിവിടെ എല്ലാ ഫിഗറും കൊടുത്തിട്ടുണ്ട്, ഓരോന്നായിട്ട് പറയാം. ഇതാണ് അതിരാണി, വയലറ്റ് കളറിലുള്ളത് കേട്ടോ. സംസ്ഥാന ജൈവവൈദ്യ ബോർഡും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും ചേർന്നാണ് കോഴിക്കോട് ജില്ലയുടെ പുഷ്പമായിട്ട് അതിരാണിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷിയായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് മേനി പൊന്മാനെയാണ് കേട്ടോ. ഇതാണ് മേനി പൊന്മാൻ. ഓക്കെ, മലബാർ റോസിന് ജില്ലയുടെ ശലഭം. മലബാർ റോസ് എന്ന് വെക്കുമ്പോൾ പൂവാണെന്ന് വിചാരിക്കരുത്. ഇതാണ് മലബാർ റോസ്. മലബാർ റോസിനെ എന്താണ് ജില്ലയുടെ ശലഭമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. PSC ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ പെടുവേ. അതായത് ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാലേ ഇപ്പൊ കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതെന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻസ് തരികയാണെന്ന് വിചാരിക്കുക. ഓപ്ഷൻ എ അതിരാണി, ഓപ്ഷൻ ബി മലബാർ റോസ്, ഓപ്ഷൻ സി ഈയകം, ഓപ്ഷൻ ഡി പാതാള പൂന്താരകൻ എന്നാണ് ഓപ്ഷൻസ് തരികയെന്ന് വിചാരിക്കുക. അതിൽ അതിരാണിയാണ്. മലബാർ റോസ് എന്ന് പറയുന്നത് ഈ ബട്ടർഫ്ലൈയുടെ പേരാണ്. ഓക്കെ, മലബാർ റോസ് എന്ന് പറയുന്നത് ജില്ലയുടെ ശലഭമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ വൃക്ഷമാണ് ഏത്? ഈന്ത് എന്ന് പറയുന്നത് കേട്ടോ. അവിടുത്തെ വൃക്ഷമാണ് ഈന്ത്. ഓക്കെ, പൈതൃക വൃക്ഷമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്സ്യമായിട്ട് പാതാള പൂന്താരകനെയാണ്. മത്സ്യമാണ് കേട്ടോ. മത്സ്യമായിട്ട് പാതാള പൂന്താരകനെയും ജലജീവിയായിട്ട് നീർനായയെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. മൃഗമായിട്ട് ഈനാമ്പേച്ചീനെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ശാസ്ത്രീയമായും നിയമപരവുമായിട്ടുള്ള പരിശോധനകൾ പൂർത്തിയാക്കി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡാണ് അന്തിമ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. സ്വന്തമായിട്ട് ഒരു വൃക്ഷം, പൂവ്, പക്ഷി, ജീവിവർഗം എന്നിവ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല അത് കോഴിക്കോടല്ല, അത് കാസർഗോഡാണ്. മറക്കരുത്. സ്വന്തമായിട്ട് ഒരു വൃക്ഷം, പൂവ്, പക്ഷി, ജീവിവർഗം എന്നിവ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? കാസർഗോഡാണ്. ഇപ്പൊ നമ്മുടെ കോഴിക്കോടിന്റെ ഔദ്യോഗിക പുഷ്പം എന്ന് പറയുന്നത് അതിരാണിയാണ്. പക്ഷി മേനി പൊന്മാനാണ്. ശലഭം എന്താണ്? മലബാർ റോസ്. ഓക്കെ, മറന്നു പോകരുത് കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യമല്ല, നമ്മൾ കോഴിക്കോടിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. കോഴിക്കോട് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയാനുള്ളത്? കോഴിക്കോടിനെ കുറിച്ചിട്ട് യൂറോപ്യന്മാരാണ് കാലിക്കട്ട് എന്ന് വിളിക്കാൻ തുടങ്ങിയത് കേട്ടോ. അറബികൾ കാലിക്കൂത്ത് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സാമൂതിരിയുടെ ആസ്ഥാനമായിരുന്ന ജില്ലയാണ് അല്ലെ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ലയാണ്. ഏറ്റവും കുറവ് കർഷകരുള്ള ജില്ലയും ഏതാണ്? കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യ വയോജന സൗഹൃദ ജില്ലയാണ്. ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോഴിക്കോടാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് നിക്ഷേപമുള്ള ജില്ല. നെടിയിരുപ്പ് സ്വരൂപം എന്നറിയപ്പെടുന്ന രാജവംശം കോഴിക്കോടാണ്. ആദ്യ കോള വിരുദ്ധ ജില്ല കോഴിക്കോടാണ്. കടത്തനാട് രാജവംശ ഭരണം നടത്തിയിരുന്ന ജില്ല എവിടെയാണ്? കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യ വിശപ്പ് രഹിത നഗരം കോഴിക്കോടാണ് കേട്ടോ. കേരളത്തിലെ മൂന്നാമത്തെ വലിയ നഗരമാണ്. സീറോ വേസ്റ്റ് പ്രൊജക്ട് ആരംഭിച്ച ജില്ലയും ഏത് തന്നെയാണ് മക്കളെ? കോഴിക്കോട് തന്നെയാണ് കേട്ടോ. അടുത്ത ചോദ്യം ഏഴാമത്തെ ചോദ്യമാണ് അല്ലെ. ഏഴാമത്തെ ചോദ്യം. വിച്ച് കൺട്രി ടോപ്ഡ് ഇൻ ദ മെഡൽ ടേബിൾ ഇൻ ദ ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് ദ ISSF ജൂനിയർ വേൾഡ് കപ്പ് ഹെൽഡ് ഇൻ മെയ് 2025? എന്താണ് ISSF? എന്താണ്? ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്ട് ഫെഡറേഷൻ ആണ്. അതായത് ചോദ്യം ഇതാണ്, 2025 മെയ്യിൽ നടന്ന ISSF ജൂനിയർ ലോകകപ്പ് ആദ്യ പാദ മെഡൽ നിലയിൽ ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് ദ ISSF ജൂനിയർ വേൾഡ് കപ്പ് അതില് ഒന്നാമതെത്തിയ രാജ്യം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? Right answer is India. India tops the medal tally at the ISSF Junior World Cup 2025. Okay. 2025 ISSF ജൂനിയർ ലോകകപ്പിലെ ആദ്യ പാദത്തിന് വേദിയായത് ജർമ്മനിയിലെ സുഹിലാണ്. SUHL.
രണ്ടാം പാദം നടക്കുന്നത് സെപ്റ്റംബർ 24 മുതൽ ന്യൂഡൽഹിയിലായിരിക്കും കേട്ടോ. 3 സ്വർണവും 4 വെള്ളിയും 4 വെങ്കലവും ഉൾപ്പെടെ 11 മെഡലുകൾ നേടിയാണ് ഇന്ത്യ ഒന്നാമത് എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇന്ത്യ ഒന്നാമത് എത്തിയിട്ടുള്ളത് എത്ര സ്വർണങ്ങൾ നേടിയിട്ടാണ്? 11 മെഡലാണ്. അതിൽ എന്താണ്? 3 സ്വർണം അല്ലെ, 3 സ്വർണം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 4 വെള്ളി നേടിയിട്ടുണ്ട്, 4 വെങ്കലവും നേടിയിട്ടുണ്ട്. അങ്ങനെ 11 മെഡലുകൾ നേടിയാണ് ഫസ്റ്റ് ക്വാർട്ടറിൽ ഇന്ത്യ ഒന്നാമത് എത്തിയിട്ടുള്ളത്. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾസിൽ ശംഭവി ശിവറാം ക്ഷീർസാഗർ, വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൺ ഇനത്തില് കനക്, വനിതകളുടെ 25 മീറ്റർ റാപ്പിഡ് ഫയർ പിസ്റ്റൾ ഇനത്തില് തേജസ്വിനി എന്നിവരാണ് ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടിയത് കേട്ടോ. ശ്രദ്ധിക്കണേ. 2024 നടന്ന ഈ ലോകകപ്പിലും ഇന്ത്യ തന്നെയായിരുന്നു ഒന്നാമത് എത്തിയിട്ടുണ്ടായിരുന്നത് 11 മെഡലുകളായിട്ട്. രണ്ടാമത് നോക്കിയ ചൈനയാണ് അല്ലെ, 4 മെഡലുകളായിട്ട് ചൈനയാണ്. മൂന്നാമത് ഇറ്റലിയാണ് 8 മെഡലുകളായിട്ട് അല്ലെ. ഫ്രാൻസ് അഞ്ചാമതുണ്ട്. ഏറ്റവും അവസാനം സ്വീഡനാണ് വന്നിരിക്കുന്നത് 1 മെഡൽ അല്ലെ. അപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇന്ത്യയാണ്. 3 സ്വർണം 4 വെള്ളി 4 വെങ്കലവുമായിട്ട് എത്ര 11 മെഡലുകളായിട്ടാണ് ഇന്ത്യ ഒന്നാമത് എത്തിയിട്ടുള്ളത് കേട്ടോ. അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യമാണ്. Who was the chief project engineer of the Madras Atomic Power Station known as the Architecture of Atomic Power? ഇത് 2025 മെയിൽ അന്തരിച്ച രാജ്യത്തെ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെടുന്ന ആണവോർജ കമ്മീഷൻ മുൻ ചെയർമാൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ഡോക്ടർ MR ശ്രീനിവാസനാണ്. അദ്ദേഹം ജനിച്ചത് 1930 ബാംഗ്ലൂരില് മാലൂർ രാമസ്വാമി ശ്രീനിവാസൻ എന്ന MR ശ്രീനിവാസൻ ജനിച്ചത് 1930 1955 അദ്ദേഹം ആണവോർജ വകുപ്പിൽ ചേർന്നു. ഇന്ത്യയുടെ ആദ്യ ആണവ റിയാക്ടർ ആയിട്ടുള്ള അപ്സരയുടെ നിർമ്മാണത്തില് ഹോമി ജെ ബാബയ്ക്കൊപ്പം അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. 1959 ആണവോർജ വിഭാഗത്തിൽ പ്രിൻസിപ്പൽ പ്രൊജക്ട് എഞ്ചിനീയർ ആയിട്ട് നിയമിതനായതോടെ ആണവോർജം ഉപയോഗിച്ചുള്ള വൈദ്യുതി ഉൽപാദന പദ്ധതികൾക്ക് ചുക്കാൻ പിടിച്ചു. രാജ്യത്തിന്റെ ആണവ നയം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുകയാണെങ്കിൽ NPCIL അതായത് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCIL പ്രഥമ ചെയർമാനാണ് ആര്? ഡോക്ടർ MR ശ്രീനിവാസൻ. രാജ്യത്തെ 18 ആണവ നിലയങ്ങളുടെ നിർമ്മാണം ഉൾപ്പെടെ സുപ്രധാന ദൗത്യങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. 1987 ആണവോർജ കമ്മീഷൻ ചെയർമാനുമായിട്ടും ആണവ വകുപ്പ് സെക്രട്ടറിയുമായിട്ടും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. വിയന്ന ആസ്ഥാനമായിട്ടുള്ള രാജ്യാന്തര ആണവോർജ ഏജൻസിയുടെ ഉപദേഷ്ടാവായിരുന്നു. ഫ്രം ഫിഷൻ ടു ഫ്യൂഷൻ ദ സ്റ്റോറി ഓഫ് ഇന്ത്യസ് ആറ്റോമിക് എനർജി പ്രോഗ്രാം എന്നത് MR ശ്രീനിവാസന്റെ പ്രധാന കൃതിയാണ്. 1984 1984 പത്മശ്രീ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1990 പത്മഭൂഷൺ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2015 എന്താണ്? പത്മവിഭൂഷണും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം അന്തരിച്ച് 2025 മെയിലായിരുന്നു. ഓക്കെ, ഡോക്ടർ MR ശ്രീനിവാസൻ. Okay, ഒൻപതാമത്തെ ചോദ്യം. Which Soviet spacecraft launched to explore Venus recently lost control and crashed into the Indian Ocean? അതായത് ശുക്ര പരിവേഷണത്തിനായി വിക്ഷേപിക്കപ്പെട്ട ഏത് സോവിയറ്റ് ബഹിരാകാശ പേടകമാണ് ഈയിടെ നിയന്ത്രണം നഷ്ടമായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിച്ചത് എന്നാണ് ചോദ്യം. ഏതാണ്? The right answer is Cosmos 482. Okay, Cosmos 482. 1972 വെനേരിയ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ശുക്രനിലേക്ക് സോവിയറ്റ് യൂണിയൻ കോസ്മോസ് 482 വിക്ഷേപിച്ചത്. 1972 വിക്ഷേപിച്ച കോസ്മോസ് 482 പേടകത്തിന്റെ ലാൻഡിംഗ് മൊഡ്യൂളാണ് 53 വർഷത്തിന് ശേഷം ഭൂമിയിൽ എത്തിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം. ഇൻ വിച്ച് ഡിസ്ട്രിക്ട് വാസ് ദ ഫസ്റ്റ് ചൈൽഡ് റൈറ്റ്സ് ക്ലബ് സ്റ്റാർട്ടഡ് ഇൻ കേരള എന്നുള്ളതാണ് ചോദ്യം. അതായത് സംസ്ഥാനത്ത് ആദ്യമായിട്ട് ബാലാവകാശ ക്ലബിന് തുടക്കം കുറിച്ചത് ഏത് ജില്ലയിലാണ് എന്നുള്ളതാണ് ചോദ്യം. അത് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലെ വിതുര GVHSലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ബാലാവകാശ ക്ലബിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. അവകാശങ്ങളെയും കടമകളെയും കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുക, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ആവശ്യകത സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നിവയാണ് എന്ത് ക്ലബിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ.
തിരുവനന്തപുരത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയാനുള്ളത്? തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുള്ള ജില്ലയാണ്. ഏറ്റവും കൂടുതൽ എഞ്ചിനീയറിംഗ് കോളേജുകളുള്ള ജില്ലയാണ്. ഏറ്റവും കൂടുതൽ കുടുംബശ്രീ യൂണിറ്റുകളുള്ള ജില്ലയാണ്. എന്നാൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ലയാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോടാണെന്ന് പറഞ്ഞു അല്ലെ. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല അത് തിരുവനന്തപുരമാണ് കേട്ടോ. കേരളത്തിൽ ആദ്യമായിട്ട് പുകയില പരസ്യങ്ങൾ നിരോധിച്ച ജില്ലയും ഏത് തന്നെയാണ്? തിരുവനന്തപുരം തന്നെയാണ്. കേരളത്തിലെ ആദ്യ ബാലഭിക്ഷാടന വിമുക്ത ജില്ലയും ഏത് തന്നെയാണ്? തിരുവനന്തപുരം തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മള് ജൂൺ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുള്ളൊരു വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.